ഒരു വേട്ടക്കാരനെ മിടുക്കനായൊരു നായ ഉണ്ടായിരുന്നു. അപ്പോൾ വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധമായിരിക്കും മുൻകാലങ്ങളിലൊക്കെ നായ എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുവരാനോ. അതെ. ഓക്കെ, ഈയിടെയായിട്ട് അത് കുറച്ച് നിന്ന് പോയിട്ടുണ്ട്. നിന്നുപോയിട്ടുണ്ടല്ലേ. അപ്പോൾ വേട്ടക്കൊക്കെ പോകുമ്പോൾ ഇയാളുടെ കൂടെ ഈ നായ ഉണ്ടാകും. ചെറിയ മൃഗങ്ങളൊക്കെ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവരിക ഈ നായയാണ്. അതേപോലെ വേട്ടക്കാരങ്ങനെ വെടിവെച്ചിട്ടാൽ അതിനൊക്കെ കടിച്ചു വലിച്ച് കൊണ്ടുവരാൻ നായയാണല്ലോ. അങ്ങനെ പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നായ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ വേട്ടക്കാരൻ കാട്ടിലെത്തി പിന്നെ കുറേ അലഞ്ഞ് തിരിഞ്ഞു. സാധാരണ ലഭിക്കുന്ന പോലെ എന്ത് ലഭിക്കുന്നില്ല, ഒരു ഇരയെ ലഭിക്കുന്നില്ല. അങ്ങനെ വളരെ ക്ഷീണിച്ച് ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു മുയലിനെ കുറച്ചപ്പുറത്ത് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ മുയലിനെ പിടിക്കണമല്ലോ. ഈ നായയോട് പറഞ്ഞു, ആ മുയലിനെ വേഗം ഓടിച്ചിട്ട് പിടിക്കണം. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടാത്തതാണ്, അതുകൊണ്ട് അതിനെ കിട്ടൽ നിർബന്ധമാണെന്ന് പറഞ്ഞ് നായ പറഞ്ഞയച്ചു. നായക്ക് കമാൻഡ് കൊടുത്തു. അങ്ങനെ നായ ഈ മുയലിൻ്റെ പിന്നാലെ അതിവേഗം കുതിച്ച് പാഞ്ഞു. നായ സ്പീഡിൽ പായുന്നു, അതിനേക്കാൾ സ്പീഡിൽ ആര് പായുന്നു? മുയൽ പായുന്നു. അങ്ങനെ മുയലിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും കഴിവുള്ള ഈ നായക്ക്, ഒരുപാട് വേട്ടയ്ക്ക് കൂടെ പോയ ഈ നായക്ക് മുയലിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വേട്ടക്കാരൻ്റെ അടുത്ത് നായ തിരിച്ചെത്തിയപ്പോൾ വേട്ടക്കാരൻ ഈ നായയെ കളിയാക്കി, ഒരുപാട് പുച്ഛിച്ച് പറഞ്ഞു, നീ ഇത്ര മിടുക്കനാണ്, ആ മുയലിനേക്കാൾ എത്രയോ വലുതാണ് നീ, അന്നൊന്നും കിട്ടിയിട്ടില്ല, ഇന്നാണെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല, എന്തോ ഒരു മോശമാണ്, എന്താ നിനക്ക് പറ്റിയത്, ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞു. ആ സമയത്ത് നായ കൊടുത്ത മറുപടി എന്താ പറയുക, എന്ത് നാണക്കേട് വിചാരിച്ചതൊന്നും കാര്യമില്ല. എൻ്റെ ഓട്ടത്തിന് പിന്നിലും ആ മുയലിൻ്റെ ഓട്ടത്തിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാണ്. ആ ലക്ഷ്യമാണ് സത്യത്തിലൂടെ വിജയിച്ചത്. അതെന്താ, നായയെ സംബന്ധിച്ചിടത്തോളം എന്താ, യജമാനൻ പറഞ്ഞൊരു കൽപ്പനയാണ്, അത് ആ മുയലിനെ എങ്ങനെയും പിടിച്ചു കൊണ്ടുവരണം എന്നതാണ്. പക്ഷേ ആ മുയലിൻ്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്? ആ ഓടുമ്പോൾ അവൻ്റെ ആത്മാർത്ഥത എന്താ, ഇതെൻ്റെ ജീവൻ്റെ കാര്യമാണ്, പിടിച്ചു കഴിഞ്ഞാൽ പോയി. സ്വന്തം ജീവന് വേണ്ടിയിട്ടാണ് ആ മുയൽ ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുയൽ എന്നിൽ നിന്ന് കുതറി മാറി എന്നത് എന്തല്ല, ഒരു വലിയ സംഭവമൊന്നുമല്ല. ആ ഒരു ഉദ്ദേശത്തിലുള്ള ലക്ഷ്യബോധത്തിലുള്ള വ്യത്യാസമാണ് സത്യത്തിൽ എന്നെ പരാജയപ്പെടുത്തിയെന്ന് നായ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ സാധാരണ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. നല്ല ഓട്ടം കിട്ടണമെങ്കിൽ, ഇപ്പോൾ സ്കൂളിലൊക്കെ ഇനി സ്പോർട്സ് തുടങ്ങുന്ന സമയമാണ്, നമ്മൾ കുട്ടികളോട് പറയും പിന്നിലൊരു നായ ഉണ്ടെന്ന് വിചാരിച്ചാൽ നല്ല ഉഷാറായിട്ട് ഓടാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യബോധം എത്ര ക്ലാരിറ്റി ഉണ്ടോ, തീർച്ചയായും എത്ര നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് നമുക്ക് വേഗത കിട്ടും. ലക്ഷ്യം അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ, അതുപോലെ അത്ര കാര്യപ്പെട്ട ലക്ഷ്യമൊന്നും അല്ലെങ്കിൽ നമ്മൾ മെല്ലെയൊക്കെ ഇങ്ങനെ പോയൊക്കെ നോക്കുള്ളൂ ഏത് കാര്യത്തിൻ്റെ പിന്നാലെ. തീർച്ചയായും. അപ്പോൾ കുറച്ചുകൂടി ഷാർപ്പായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക. മാത്രമല്ല ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഒരു ഗുണപാഠം, ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നും ഗുണപാഠമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അല്ലെങ്കിൽ ആ നായക്ക് വേണമെങ്കിൽ നിരാശയോടുകൂടി മറുപടി നൽകാമായിരുന്നു. പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നും ഒരു പോസിറ്റീവായ മെസ്സേജാണ് യഥാർത്ഥത്തിൽ അവിടെ നൽകാൻ ശ്രമിച്ചത്. അതെ. അതുകൊണ്ട് നമ്മുടെ ജീവിത യാത്രക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് വേഗത വർദ്ധിക്കും. ഇത്തരത്തിൽ നന്മകളിലുള്ള വേഗതയാണ് വർദ്ധിക്കുക. നമുക്ക് പരലോകമെന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. അവിടെ ഇപ്പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് സത്യത്തിൽ നമ്മൾ നിർവഹിക്കുന്നത്. കാരണം നരകത്തെ സംബന്ധിച്ച് നമുക്കറിയാം, സുമ്മല യമൂതു ഫീഹ വല യഹ്യ എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ ജീവിക്കുകയുമില്ല, നമ്മൾ മരിക്കുകയുമില്ല എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് പരലോകം, അവിടെ നരകമൊക്കെ നമ്മൾ കാത്തിരിക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ലാത്തൊരു ഓട്ടത്തിലും നന്മയിലുള്ള മുന്നേറ്റത്തിലുമാണ് നമ്മളുള്ളത്. അവിടെ വേഗത വർദ്ധിപ്പിക്കാൻ ഈ ഒരു കഥ, ഇതിലെ ചിന്ത നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.